നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിലേ ആ ബാലചന്ദ്രൻ തമ്പിയുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. അയാൾ കളിച്ചും ചിരിച്ചും നടക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് നമ്മളെ നല്ല അയാളുടെ കുടുംബം ഞാൻ തകർക്കും. വലിയ കുടുംബക്കാരൻ വന്നിരിക്കുന്നു, കൂട്ടത്തിലൊരു ഭാര്യയും, രണ്ടും കണ്ണുനീര്. അപ്പോഴത്തേക്കും ശിവനെയും പാറുവിനെയും കൂട്ടി വിളിച്ച് അല്ല അവര് കൂട്ടി വിളിച്ചപ്പോഴത്തേക്കും ഒരുമിച്ച് പോയതാ, കാറിൽ പോയതാ. പെട്ടെന്ന് നിങ്ങൾ വരും. അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാ? ഹലോ ചേച്ചിയെ കൊണ്ടാക്കാൻ ആരുടെ ചോദിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോവാനുള്ള പ്രായം. അച്ഛൻ അവർക്ക് സംസാരിക്കാൻ, കമ്പനി കൂടാൻ, തമാശ പറയാം. ഇത് വേറെ ഈഗോ ആണ് അച്ഛാ. ഈഗോയാ? പിള്ളേർത്താണെങ്കിൽ ഒരു വാദം പറയാൻ പറ്റില്ല. എല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കണെന്നാ. ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഹൈമാൻഡിയുടെ കൂടെ ഇവര് രണ്ടുപേരും കൂടെ പോയിരുന്നു. എന്തിനാ ഇവര് രണ്ടുപേരും പോയത്? അല്ലമ്മ, അത് ഹൈമോദി ആന്റി അടി മേടിക്കുന്നത് ഭയങ്കര സുഖം തന്നെയാ. ഞാൻ അടിമയാണല്ലോ, അടിമ. അല്ല അപ്പ എന്തിനാ ഞങ്ങളോട് ചൂടാവണേ? കുത്തിരുന്ന് ഫോണിൽ കൊച്ചനാണ്. അച്ഛൻ കൂടുതലൊന്നും പറയണ്ട. ഇതിപ്പോ എന്റെ സ്ഥാനത്ത് ലച്ചു ചേച്ചിയോ ഇവനാണ് പോയെന്നുണ്ടെങ്കിൽ അച്ഛൻ തിരിച്ചു വരുമ്പോ ഈ ചൂടുന്നു. അമ്മ പുറകെ പോമാ. നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെയും വെറുതെ വിടില്ല. എനിക്കിത് പറഞ്ഞില്ലേ പറഞ്ഞ കേട്ടാണ് എന്റെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നീ കയറിപ്പോ. ആണോ? ഒന്ന് ചെല്ല്, ചെന്ന് മേടിക്കും കിട്ടണത്.